കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നല്ലോ? നമുക്ക് ഇന്ന് പുതിയൊരു പാഠം തുടങ്ങാം കേട്ടോ. എന്താണെന്നറിയോ പാഠത്തിന്റെ പേര്? കുട്ടിപ്പുര. എന്താണ് കുട്ടിപ്പുര? കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുട്ടിപ്പുര? കളിവീട്, കളിക്കാനായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വീട്. കുട്ടിപ്പുര, കുഞ്ഞു വീട് അല്ലേ? പുര എന്ന് പറഞ്ഞാൽ വീട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കുട്ടിപ്പുര? ഉണ്ടെങ്കിൽ പറയൂ, എന്തെല്ലാം സാധനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ ഉപയോഗിച്ചാണ് നിങ്ങൾ കുട്ടിപ്പുര ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ, ഓർമ്മിച്ച് പറയണേ. എന്തൊക്കെ വേണം നമുക്ക് കുട്ടിപ്പുര നിർമ്മിക്കാൻ? വടികൾ വേണം അല്ലേ? പിന്നെയോ ചരട് വേണ്ടേ? ആ വടികളെ തമ്മിൽ കെട്ടി യോജിപ്പിച്ച് ചരട് കൊണ്ട് കെട്ടണം. പിന്നെയോ അതിനെ നമുക്ക് ഒന്ന് മുഴുവനായിട്ട് മൂടി വെക്കണ്ടേ? എന്തുകൊണ്ടാ? ഒന്നുകിൽ നമ്മൾ ഓല ഉപയോഗിക്കും, പിന്നെയോ അല്ലെങ്കിൽ നമുക്ക് സാരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോൾ ഉപയോഗിക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടിപ്പുര ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മുടെ അവധിക്കാലത്ത് ഒരുപാട് സമയം കിട്ടും നമുക്ക് കളിക്കാൻ. അപ്പോ പല കൂട്ടുകാരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഈ കുട്ടിപ്പുര അല്ലേ? നല്ല രസമല്ലേ അത്? ശരി മക്കളെ, ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒഴിവ് കിട്ടുമ്പോ, അതായത് ഇപ്പൊ മഴക്കാലമാണ്, മഴയുടെ ആ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ശരി മക്കൾ, ചിത്രത്തിലേക്ക് നോക്കൂ. എന്തെല്ലാമാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. മല, ഒരു കുന്ന് കാണുന്നുണ്ട് അല്ലേ? പിന്നെയോ കുറേ വീടുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എന്താ കാണുന്നത്? എല്ലാ വീടുകളും ഒരേപോലെയാണോ? അല്ല അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ കാണുന്നു നിങ്ങൾ? ഇവിടെ ഒരു തോട് ഒഴുകുന്നത് കാണുന്നില്ലേ? പിന്നെ തോട്, ഇതിലെ കൂടെ ഒരു പാലം പോകുന്നുണ്ട് അല്ലേ? തോടിന്റെ മുകളിൽ കൂടെ. പിന്നെയോ ഈ വീടിന്റെ ചുറ്റും ഒരു വേലി കാണുന്നുണ്ട്. പിന്നെയോ ധാരാളം മരങ്ങൾ, ചെടികൾ എല്ലാം കാണുന്നില്ലേ? ഉണ്ട്. പിന്നെയോ വലിയൊരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉയർന്ന കെട്ടിടം അല്ലേ? ഫ്ലാറ്റ് കാണുന്നുണ്ട്. പിന്നെ ഇതെന്താ മക്കളെ? ഇതാണ് ടെന്റ് എന്ന് പറഞ്ഞാൽ കൂടാരം. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ബുക്കിൽ എഴുതാമോ? എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ബുക്കിൽ എഴുതാം. എല്ലാവരും എഴുതിയോ? എന്തൊക്കെയാ എഴുതിയത്? നമുക്കൊന്ന് വായിക്കാം. വീടുകൾ, മരങ്ങൾ, ചെടികൾ, കുന്ന്, പാലം, തോട്, കൂടാരം, ഫ്ലാറ്റ് അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടം. ഫ്ലാറ്റ്, ഉയർന്ന കെട്ടിടം, ഇത് രണ്ടും ഒന്ന് തന്നെയാണേ. വേലി, ഇതിൽ കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൽക്കാലത്തേക്കൊക്കെ കെട്ടി ഉണ്ടാക്കുന്നത്. 1 2 ദിവസത്തേക്ക് ഒക്കെ ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് കെട്ടി ഉണ്ടാക്കി താമസിക്കാം. 1 2 ദിവസമൊക്കെ നമുക്ക് താമസിക്കാം. ശരി, അപ്പൊ മക്കളെ എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതണേ. ഈ ചിത്രത്തിൽ നമ്മൾ ധാരാളം വീടുകൾ കാണുന്നുണ്ട് അല്ലേ? ഈ വീടുകളെല്ലാം ഒരേപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് പറഞ്ഞേ എല്ലാവരും. പറയുന്നുണ്ടോ? എന്തൊക്കെ വ്യത്യാസമാണ്? ഒരേ വലുപ്പമാണോ വീടുകൾ തമ്മിൽ? എല്ലാ വീടുകളും അല്ല, ചില വീടുകൾ ചെറുതാണ് അല്ലേ? ചില വീടുകളോ വലിയ വീടുകളുണ്ട് അല്ലേ? ഇതെല്ലാം വലിയ വീടുകളാണ്. പിന്നെയോ പിന്നെ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്? ഈ വീടിന്റെ മേൽക്കൂരകളെല്ലാം ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്ത തരം മേൽക്കൂരകളാണ് നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണത്? പറഞ്ഞേ. ഇതെങ്ങനെയുള്ള മേൽക്കൂരയാണ്? ഓട് മേഞ്ഞ മേൽക്കൂര അല്ലേ? ഇതും. പിന്നെയോ ഇതെന്താണ്? ടെറസ് അല്ലേ?
ടെറസ് ഇട്ട വീടല്ലേ ഇത്? ടെറസ് ആണ് ഇതിന്റെ മേൽക്കൂര. പിന്നെ ഇതോ മക്കളെ, ഇത് ഷീറ്റ് മേഞ്ഞത്. ഇതോ, ഇത് രണ്ടും ഓല കൊണ്ടല്ലേ ഇത് കെട്ടിയുണ്ടാക്കിയത്. ഇതോ, ഇതും ഒരു തരം ഷീറ്റ് അല്ലേ? ഇവിടെ കാണുന്നതും പുല്ല് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ ഓല കൊണ്ടുള്ളതോ ആയ മേൽക്കൂരകളാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ ഈ വീടുകളിൽ കാണുന്നുണ്ട് അല്ലേ? ഇനി പറഞ്ഞേ, നിങ്ങളുടെ വീടിന്റെ ചുറ്റും ഇതുപോലെ ഏതൊക്കെ തരത്തിലുള്ള മേൽക്കൂരകളുള്ള വീടുകളുണ്ട്? ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞേ. നിങ്ങളുടെ വീടിന്റെ മേൽക്കൂര എങ്ങനെയുള്ളതാണ്? പറഞ്ഞോ? ടെറസ് ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ ഓടിട്ടതായിരിക്കും അല്ലേ? അല്ല, ചില കുട്ടികളാണെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായിരിക്കും. പറഞ്ഞല്ലോ എല്ലാവരും. ഇനി ചുറ്റുപാടുമുള്ള വീടിന്റേത് പറഞ്ഞോ നിങ്ങൾ? അതും പറയണേ. ഇനി ഞാൻ ആദ്യം ചോദിച്ചല്ലോ നിങ്ങളോട്, നിങ്ങൾ കുട്ടിപ്പുര ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. പിന്നെ അല്ലെങ്കിൽ കുട്ടിപ്പുര കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കുട്ടിപ്പുരയെ കുറിച്ച് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കുട്ടിപ്പുരയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം മക്കളെ? അതൊന്ന് പറയണേ. ഒന്ന് വിവരിച്ച് പറയുമല്ലോ. എന്തൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞു കൊടുക്കണം. കേട്ടല്ലോ? എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്? നിങ്ങളുടെ മനസ്സിൽ നല്ല സന്തോഷമായിരിക്കുമല്ലോ. എങ്ങനെയൊക്കെയാ നിങ്ങൾ അത് ഉണ്ടാക്കിയത്? ആ അനുഭവം നിങ്ങൾ വിവരിക്കുക. അനുഭവങ്ങൾ എല്ലാവരും പറഞ്ഞോ? ഇതേപോലെ കുട്ടിപ്പുരയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം നമ്മുടെ പാഠപുസ്തകത്തിലും ഉണ്ട്. ആ കുട്ടിയുടെ, അതായത് നമ്മുടെ പാഠപുസ്തകത്തിലെ സാവിത്രി കുട്ടിയുടെ അനുഭവം തന്നെയാണോ നിങ്ങളുടേതും? ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പം എല്ലാ മിടുക്കന്മാരും മിടുക്കികളും നിങ്ങളുടെ പാഠപുസ്തകം തുറന്നേ. പേജ് നമ്പർ 22. എല്ലാവരും എടുത്തോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടിപ്പുര. ചിത്രം കണ്ടല്ലോ എല്ലാവരും. ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു? സാവിത്രി കുട്ടി. ഇതാരായിരിക്കും? അവളുടെ അച്ഛൻ അല്ലേ? ഇനി നമുക്കൊന്ന് വായിക്കാം. 6 വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛന്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛാ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. എന്താണ് ഇവിടെ അവള് പറയുന്നത്? അവൾക്ക് അച്ഛനെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട് അല്ലേ? എന്നിട്ടോ 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛന്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മറം എന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന്റെ മുൻവശം. ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്താ പറയുന്നത്? പറയൂ അച്ഛാ, പറയൂ. എന്തോ ഒന്ന് ആരോടോ പറയാനാണ് അവൾ പറയുന്നത് അച്ഛനോട്. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു. ചാരുകസേര കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ മക്കളെ ചാരുകസേര? ഈ കാണുന്നതാണ് ചാരുകസേര. എന്നിട്ടോ സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. അക്ഷമയോടെ, എന്താ അക്ഷമയോടെ എന്ന് പറഞ്ഞാൽ? ക്ഷമയില്ല, അവൾക്ക് ആകെ ധൃതിയായി, തിരക്ക് പിടിക്കുകയാണ് അല്ലേ അവൾ. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. എന്താണ് നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ ആവശ്യം? അവൾക്കൊരു കുട്ടിപ്പുര പണിയണം, കുട്ടിപ്പുര ഉണ്ടാക്കണം. എന്നിട്ടോ അച്ഛൻ വീട്ടിലെ ജോലിക്കാരനെ വിളിക്കുകയാണ് അല്ലേ? വേലു, ഈ കുട്ടിക്ക് ഒരു വാശി, ഈ കുട്ടിക്ക് ഒരു വാശി. ആ കുട്ടിക്ക് ഒരു വാശി പോലെ, വാശി എന്ന് വെച്ചാൽ അവക്കൊരു ആഗ്രഹം അല്ലേ? കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം, അവൾ കൂട്ടിച്ചേർത്തു. അവൾ എന്തു പറഞ്ഞു? കുട്ടിപ്പുര മാത്രം പോരാട്ടോ, അതിൽ ആളുകളും വേണം. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. വീടാവുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ആരാ വേണ്ടതെന്നാണ് നമ്മുടെ വേലുവിന്റെ സംശയം. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ, 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയും. നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ ആഗ്രഹം എന്താ? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്.
അതായത് എത്ര പെണ്ണുങ്ങളാ? 3 പെൺകുട്ടികൾ. പിന്നെയോ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു അല്ലേ? വേലുവിന് സമ്മതമായി കുട്ടിപ്പുര ഉണ്ടാക്കി കൊടുക്കാം. എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി തിരക്കായില്ലേ അവൾക്ക്. എന്നേക്ക് പണി തീരും? എന്ന് തീരും ഈ കുട്ടിപ്പുരയുടെ പണി? ഒരാഴ്ച, ഏറിയാൽ 10 ദിവസം അല്ലേ? ഒരാഴ്ച കൊണ്ട് കഴിയും. കൂടിപ്പോയാൽ എന്താവും? 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു. മാനത്തേക്ക്? എന്താ മക്കളെ മാനത്തേക്ക്? ആകാശത്തേക്ക് അല്ലേ? പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. വേലു എന്താ പറഞ്ഞത്? മഴക്കാലമായാൽ അധിക പണിയൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പണി തന്നെയെങ്കിലും കിട്ടിയല്ലോ. വേലുവിന് ആശ്വാസമായി അല്ലേ? സാവിത്രിക്കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. എന്തൊക്കെയാണ് അവളുടെ ആ കുട്ടിപ്പുരയിൽ വേണ്ടത് അവൾക്ക്? ഒന്നുകൂടി പറഞ്ഞു നോക്കാം അല്ലേ? എന്തൊക്കെയാ മക്കളെ? വരാന്ത വേണം. എന്താണ്? ഉമ്മറത്തൊരു വരാന്ത ഉണ്ടായിരിക്കൂലേ? മുൻവശത്ത് നീണ്ടു കിടക്കുന്ന ഒരു വരാന്ത. പണ്ട് കാലത്ത് എല്ലാ വീടുകൾക്കും ഒരു വരാന്ത ഉണ്ടായിരിക്കും. ആ വരാന്തയിലായിരിക്കും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒക്കെ വന്നാലൊക്കെ ഒന്ന് വിശ്രമിക്കാൻ ഇരിക്കുന്നത്. വരാന്ത വേണം. പിന്നെയോ 2 കിടപ്പറകൾ, നമ്മുടെ കിടക്കാനുള്ള മുറികള്. പിന്നെയോ ഊണുമുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന, എന്താ നമ്മൾ പറയാ, ഡൈനിങ് റൂം എന്നൊക്കെ പറയാറില്ലേ? പിന്നെ അടുക്കള. പിന്നെയോ കലവറയും അടുക്കള സാധനങ്ങളും മറ്റും സൂക്ഷിക്കാനായി നമുക്ക് ഒരു ചെറിയൊരു റൂം ഉണ്ടായിരിക്കും. അതാണ് കലവറ. പിന്നെയോ കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. അതായത് എല്ലാ സൗകര്യമുള്ള ചെറിയൊരു കുട്ടിപ്പുരയാണ് നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ ആഗ്രഹം. കണ്ണ് മിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അതായത് അവൾക്ക് ഉറക്കം വരുന്നില്ല. ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് ആകെ മനസ്സിനൊരു സന്തോഷം. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ മക്കളെ? അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. എന്തുണ്ടായി? അവൾക്ക് ഉറക്കം വരുന്നില്ല അല്ലേ? തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. പെൺകുട്ടികളാവുമ്പോ അങ്ങനെ ചില കളികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ അവളുടെ മനസ്സ് നിറയെ ആ കുട്ടിപ്പുരയാണല്ലോ. എന്നിട്ടോ ആ കുട്ടിപ്പുരയാണെന്ന് സങ്കല്പിച്ച് അവളുടെ കിടപ്പുമുറിയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. അതായത് അവൾ എല്ലാ വശത്തും ഇങ്ങനെ ചുറ്റി നടന്നു. പിറ്റേന്നു രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല. അതിന്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നിട്ടാണ് അയാളെ തെരഞ്ഞു പിടിക്കുക? സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. വേലുവിനുണ്ടോ വീടും കുടിയും? വീടും കുടിയും അതൊരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്. വേലുവിന് വീടുണ്ടോ, താമസ സ്ഥലം ഉണ്ടോ? എവിടെ ചെന്നിട്ടാണ് അയാളെ തെരഞ്ഞു പിടിക്കുക? കാരണം അയാളെ ഈ വീട്ടിലേക്ക് കാണുന്നേ ഇല്ല അല്ലേ, 2 ദിവസമായി. അപ്പൊ സാവിത്രിക്കുട്ടിക്കാണെങ്കിൽ അക്ഷമയോടെയാണ് അവൾ കാത്തിരിക്കുന്നത്. അവൾക്ക് ധൃതിയാണല്ലോ. സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു, വേറെ ഒരു ജോലിക്കാരൻ അല്ലേ, ആരാണ്? വേലക്കാരൻ നാണു കൈമലർത്തി. കാരണം അയാൾക്കറിയില്ല. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. പിന്നെ തൊട്ടടുത്ത ദിവസം ഒന്നും വന്നില്ല. 10 ദിവസം കൂടി കഴിഞ്ഞു. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര. 10 ദിവസത്തിന് ശേഷം വേലു വന്നു. ഒരു ഉന്തുവണ്ടിയിലെ ഉന്തുവണ്ടിയിൽ നിറയെ എന്തുണ്ട്? തട്ടുമുട്ട് സാധനങ്ങൾ.
എന്തെല്ലാമോ കുറച്ച് സാധനങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ ഒരു കുട്ടിപ്പുര ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം. അത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ആരെത്തിയത്? വേലു എത്തിയത്. എന്നിട്ടോ അയാൾ അതെല്ലാം കൂട്ടിച്ചേർത്തു. എന്തുണ്ടായി? ഒരു കുട്ടിപ്പുര. സാവിത്രിക്കുട്ടി അന്തം വിട്ടു നിന്നു. എന്തുകൊണ്ടാ? അവൾക്ക് അത്രയും സന്തോഷായില്ലേ? ഇനി പറയൂ മക്കളെ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ് നമ്മൾ ഈ കഥയിൽ പരിചയപ്പെട്ടത്? പറഞ്ഞേ എല്ലാവരും. പെട്ടെന്ന് പറഞ്ഞോ. ആരൊക്കെയാണ്? ഒന്ന് സാവിത്രിക്കുട്ടി, പിന്നെയോ അച്ഛൻ, പിന്നെ വേലു, പിന്നെയോ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, നാണു. ഇങ്ങനെ 4 പേരെ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് അവരുടെ ചിത്രം ഒന്ന് വരച്ചാലോ? സാവിത്രിക്കുട്ടിയെ വരയ്ക്കുക, സാവിത്രിക്കുട്ടിയുടെ അച്ഛനെ വരയ്ക്കുക, പിന്നെയോ നാണുവിനെയും വേലുവിനെയും വരയ്ക്കുക. എന്നിട്ട് ഓരോരുത്തർക്കും നിങ്ങൾ പേരും കൊടുക്കണം. അടിയിൽ എഴുതാമല്ലോ. എന്തെഴുതും? സാവിത്രിക്കുട്ടി, അച്ഛൻ, വേലു, നാണു. ചെയ്യുമല്ലോ എല്ലാവരും? ഓക്കെ. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പാഠം ഒന്നുകൂടി വായിക്കണം. വായിക്കൂ എല്ലാവരും. കുറച്ച് സമയം എടുത്തായിട്ട് ആണെങ്കിലും നിങ്ങളത് നല്ല രീതിയിൽ വായിക്കണം. വായിക്കുമ്പോൾ അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ ചോദിച്ച് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അതിനുശേഷം നിങ്ങൾ ചിത്രം വരയ്ക്കണേ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു? ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലോ? വീടുകൾ പലതരത്തിലുണ്ട് അല്ലേ? ഒരേ രീതിയിലാണോ എല്ലാ വീടുകളും ഉള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ? വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെയോ മേൽക്കൂരയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഓരോ വീടിന്റെയും ഉൾവശമോ അതും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ശരി, എങ്ങനെയുള്ള മേൽക്കൂരകൾ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചത്? ഓടുമേഞ്ഞത്, ഓലമേഞ്ഞത്, അല്ലെങ്കിൽ ഷീറ്റ് ഇട്ടത്, അല്ലെങ്കിൽ ടെറസ് അല്ലേ? അങ്ങനെ വ്യത്യസ്ത തരം വീടുകൾ. പിന്നെയോ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള വീടുകൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. ചെയ്യുമല്ലോ അത്? എന്നിട്ട് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തായിരുന്നു? കുട്ടിപ്പുര അല്ലേ? കുട്ടിപ്പുര ഉണ്ടാക്കാൻ എന്തെല്ലാം സാമഗ്രികൾ വേണമെന്ന് പറഞ്ഞു നമ്മൾ. ഓർമ്മയുണ്ടല്ലോ? ഇനി നമ്മുടെ കഥയിൽ ആരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ? പറഞ്ഞത് ഓർമ്മയില്ലേ? സാവിത്രിക്കുട്ടി, അച്ഛൻ, വേലു, നാണു. എന്നിട്ടോ അവരുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. വരയ്ക്കുമല്ലോ? എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ ചിത്രത്തിന്റെ അടിയിൽ അവരുടെ പേര് തെറ്റുകൂടാതെ എഴുതണം. ചെയ്യുമല്ലോ? അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠം നന്നായിട്ട് വായിക്കുമല്ലോ? അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വായിച്ച് മിടുക്കനും മിടുക്കികളുമായി ഇരിക്കണം. കേട്ടല്ലോ? എൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.